ഇത് നമ്മൾ പോകുന്നത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുത്തൽ എന്ന് പറയാവുന്ന ആ ദൃശ്യത്തിലേക്കാണ്. കെട്ടിടത്തിന് 1-ാം നിലയിൽ നിന്ന് തലകറങ്ങി താഴേക്ക് വീഴുകയായിരുന്നയാളെ സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി യുവാവ്. അരൂർ സ്വദേശിയായ വിനുവാണ്. ബാങ്കിന് മുന്നിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ തലകറങ്ങി താഴേക്ക് മറിഞ്ഞു. എന്നാൽ സമീപത്തുണ്ടായിരുന്ന വടകര കീഴ സ്വദേശി ബാബുവിൻ്റെ മനസാന്നിധ്യം വിനുവിൻ്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. മറിഞ്ഞു വീഴുന്നിടയിൽ ബാബു വിനുവിൻ്റെ കാലിൽ പിടിക്കുകയായിരുന്നു. തുടർന്ന് ബാങ്കിലെത്തിയവരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെ രക്ഷപ്പെടുത്തി. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യം വൈറലാണ്. ഞാൻ ബാങ്കിൽ രാവിലെ ഒരു പാസ്ബുക്കിൽ പൈസ എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ ഒരാളെ കണ്ടു, ഞങ്ങൾ പരിചയപ്പെട്ടു കുറേ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഊരങ്ങൾ സംസ്ഥാനത്തിൽ വർക്ക് ചെയ്താൽ മതി. ഞാൻ വെറുതെ പറഞ്ഞു വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നീ കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചിന് ഒരു കുട്ടീനെന്ന് പറഞ്ഞു. മൂപ്പർ കഴിച്ചിക്ക്, പക്ഷേ കുട്ടി അയക്കില്ല. എന്നോട് പറഞ്ഞ് ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തിങ്ങനെ നിന്നിക്ക്. ഞാൻ ഇപ്പുറം മൂപ്പർ അപ്പുറം നിൽക്കുന്നത്. ആ നിൽക്കുന്ന എന്തോ തന്നെ വരഞ്ഞങ്ങ് പോകുന്നാണ്ടിക്ക്. അപ്പോൾ ഞാൻ പിടിക്കുന്നത് അതേ സംഭവം. ഞാൻ ഒരു കാലം പിടിച്ചപ്പോൾ മറ്റുള്ള വന്ന് ഇവനെ പിടിച്ച് രക്ഷിച്ചു. താങ്ങി മറിച്ചിട്ട് ഇങ്ങനെ പറയിട്ട് അത് ഇത്തിരി ലൈറ്റുള്ളൂ നമ്മളെ അയ്യേ വാർപ്പിന്. തിരിച്ച് എല്ലാവരും കൂടി പിടിച്ചിട്ട് കാര്യമാണ്. എല്ലാവരും ഉണ്ട്, കുറേ ആളുണ്ട്. ബാങ്കിൽ സ്ത്രീകളും എല്ലാ ആൾക്കാരും ഞാൻ വിളിച്ച് എല്ലാവരും വിളിച്ച് വേഗം വന്ന്. ഫസ്റ്റ് ഒരു പെണ്ണുങ്ങൾ വന്ന് അവർ സഹായിച്ചന്ന്. പിന്നെ വേറെ ആണുങ്ങളെല്ലാം വന്ന് പിടിച്ചു. സന്തോഷമുള്ളൂ. സന്തോഷം പോയിക്കില്ല, എനിക്ക് വിരലൊന്നും മാറിയിട്ടില്ല. എന്താ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ളതിൽ ഇതുവരെ ചോറും കുറച്ചായി വെച്ചു എനിക്ക് ആന്നാല. ഇപ്പം വിരൽ മാറിയിട്ടില്ല. എൻ്റെ വലിയ തടിയുള്ള ഒരാളല്ലേ. അത് കണ്ടിട്ട് നമ്മുടെ കയ്യിൽ വിരൽ ഇതുവരെ മാറിയിട്ടില്ല. ഇതൊരു മനസാന്നിധ്യം അല്ലേ? മനസാന്നിധ്യം പറ്റില്ല. കാരണം ഈ കെട്ടിടത്തിന് താഴെ 1-ാം നിലയാണ്. ഇത് താഴെ കൂടെ വൈദ്യുതി കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ വീണായിരുന്നെങ്കിൽ അതിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ റോഡിലേക്ക് വീണാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്. അതും ബോധം മറിഞ്ഞു പോകുന്ന ഒരാളെയാണ് അല്ലേ, ഒരാൾ താഴെ ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ. അത് എന്തായാലും ആ മനസാന്നിധ്യം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നിഷ്കളങ്കതയും അതൊക്കെ ഏതായാലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ലോകത്ത് എവിടെയാണെങ്കിലും അത് ഭംഗിയുള്ളയും നല്ലൊരു കാഴ്ചയാണ്. ആ കാഴ്ച പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇനി ചില ആശങ്കകളിലേക്കാണ്. അത് കോവിഡ് സംബന്ധിച്ച് തന്നെയാണ്. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകളിൽ വൻ വർധന. 25,883 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 24,886 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഇതിലുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, പഞ്ചാബിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. പഞ്ചാബിൽ 2,369 പേർക്കും കർണാടകത്തിൽ 1,488 പേർക്കുമാണ് കോവിഡ്. തമിഴ്നാട്ടിൽ 989 പേർക്കും ഗുജറാത്തിൽ 1,276 പേർക്കും മധ്യപ്രദേശിൽ 917 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രിയുടെ യോഗം ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് വേവ് അല്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് വേവ് സൂക്ഷിക്കണമെന്നുള്ള മട്ടിലാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണവും മൊത്തം തിരക്കും ബഹളം ഒക്കെയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, നല്ലതാണ് എന്ന് നിലവിൽ നമുക്ക് രോഗികളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. മറ്റു വാർത്തകളിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാരഡി ഗാനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. സോഷ്യൽ മീഡിയ പ്രചാരണ കാലത്തും പാരഡി ഗാനങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. സ്ഥാനാർത്ഥി മേന്മകൾ പറഞ്ഞും എതിർ പാർട്ടിയെ കളിയാക്കിയുമുള്ള പാരഡി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. പ്രചാരണ രീതികൾ മാറിയെങ്കിലും പാരഡി ഗാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യക്കാരുണ്ട്. ഏതു വഴിയിലൂടെയും എതിർ സ്ഥാനാർത്ഥിക്ക് ഒരുപടി മുന്നിലെത്തണം. പ്രചാരണ ഗാനങ്ങൾക്ക് പുറമെ പാരഡി ഗാനങ്ങളും ഒരുങ്ങുകയാണ്. മുന്നണിക്കും പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കുമെല്ലാം വെവ്വേറെ ഗാനങ്ങൾ തയ്യാർ. സ്വർണ്ണമൊത്തിരി മാറ്റിയതാര്, സ്വപ്ന പറയണ മൊഴിയിലതാര്, മറുപുറത്തോ സോളാർ വിരിയും മധുരവീഞ്ഞോ കോഴയിൽ നുരയും, ഇടതിൻ കടത്ത് വലതിൻ കോഴ എണ്ടിയേക്കിനി
കോവിഡ് കാരണം ഇത്തവണ കൂടുതൽ സിനിമകൾ ഇറങ്ങാത്തതിനാൽ പാട്ടിനും ക്ഷാമമുണ്ട്. ആൽബങ്ങളുടെ പാരഡികളാണ് കൂടുതലായി ഇറങ്ങുന്നത്. ഇപ്രാവശ്യത്തെ പുതുമകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ഇലക്ഷനും ഉള്ള പോലെ തന്നെ ഏത് പാർട്ടിക്ക് ആണോ നമ്മളെ പാട്ടുകളെ ഏൽപ്പിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടും എതിർ പാർട്ടിയെ കളിയാക്കിക്കൊണ്ടാണ് സാധാരണ ചെയ്തു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറാണ് അന്ന് കത്തിയുന്ന വിഷയം, അതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ഈ പറഞ്ഞ സ്വപ്നയും അതുപോലുള്ള അത്തരത്തിലുള്ള വിവാദങ്ങളും സ്പ്രിംഗ്ലർ തട്ടിപ്പും അത്തരം സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം. ട്രോളുകളും അതുപോലെ തന്നെ പൊങ്കാലയും കമന്റുകളും എല്ലാം പ്രതീക്ഷ തന്നെ ചെയ്യുന്നത്. കാരണം നമ്മളിതൊരു ജോലിയുടെ ഭാഗം, ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം, പാരഡി ഗാനങ്ങൾ ഇല്ലാതെ സത്യത്തിൽ ഇലക്ഷൻ ഇല്ല എന്നുള്ളതാണ് സാരം. അയ്യോ പെൻഷൻ തട്ടിപ്പ്, ഇഷ്ടക്കാരെ തിരികെ കയറ്റും മൊത്തം പറ്റിപ്പ്. അയ്യോ ഡീപ് സീ വിൽക്കുന്നേ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഒരു ചുമരെഴുത്തിലേക്കാണ്. അത് ഈ നമ്മൾ ഈ എൻ്റെ കൈയക്ഷരം ചില സമയത്ത് നമ്മൾ മെനക്കെട്ടത് എഴുതാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ എഴുതാണെങ്കിൽ മറ്റ് ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതൊക്കെയാണ്. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പക്ഷേ ഈ ചുമരെഴുത്തിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ ഈ ഭയങ്കര രസമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടില്ലേ, ട്രെയിനിൽ നിൽക്കുന്ന പല പല രീതി പല രീതിയിൽ. അപ്പം ഇവിടെ ഈ മൂവാറ്റുപുഴ എന്നുള്ള കാഴ്ചയാണെന്ന് തോന്നുന്നു. അവിടെ ഈ അറബി മലയാളത്തിലാണ്. അറബി മലയാളം എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്കത് കണ്ടിട്ട് അറബി മലയാളം എനിക്കെന്തോ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്കായിരിക്കും. അങ്ങനെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി എൽദോ എബ്രാഹിമിന് വേണ്ടിയുള്ള ഒരു ചുവരെഴുത്ത് കാണാം, വ്യത്യസ്തമായ ചുവരെഴുത്ത്. മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് എൽദോ എബ്രഹാമിനെ വിജയിപ്പിക്കണമെന്ന അറബി മലയാളത്തിലെ ചുവരെഴുത്ത്. മുൻ കൗൺസിലർ കൂടിയായ PY നൂറുദ്ദീനാണ് ചുവരെഴുതുന്നത്. വ്യത്യസ്തമായ ചുവരെഴുത്ത് കൗതുകമാണ് കാണുന്നവർക്ക്. അറബി അറിയാവുന്നവർ നിരവധിയാണ് മൂവാറ്റുപുഴയിൽ. MLA ആയിരുന്നപ്പോൾ എൽദോ തന്റെ വാർഡിന് നൽകിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള നന്ദിയാണിതെന്ന് നൂറുദ്ദീൻ പറയുന്നു. കൗൺസിലറിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് MLA എന്ന രീതിയിൽ എൽദോ എബ്രഹാം എൻ്റെ വാർഡിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദി പ്രകടനമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ ഒരു ഐഡിയ. ഞാൻ ഗൾഫിൽ ജീവിതത്തിൽ ഞാൻ അറബി എഴുതുന്ന ആളായിരുന്നു. അത് നമ്മുടെ ഈ എൽദോയ്ക്ക് വേണ്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന ഒരു മനസ്സിൽ തോന്നിയ ഐഡിയ കൊണ്ടാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു മതിലിൽ ഞാൻ അറബി മലയാളത്തിൽ എൽദോ എബ്രാഹിമിനെ വിജയിപ്പിക്കുക എന്ന വാക്യം എഴുതുകയും 20 വർഷക്കാലം പ്രവാസിയായിരുന്ന നൂറുദ്ദീൻ ഗൾഫിൽ അരാംകോ കമ്പനിയുടെ പ്രധാന ഡിസ്പ്ലേ ബോർഡ് ആർട്ടിസ്റ്റായിരുന്നു. ഇതിനു മുൻപ് ചുവരെഴുതാനൊന്നും പോയിട്ടില്ല. വീടിന് സമീപത്തെ മതിലിലായിരുന്നു ആദ്യ പരീക്ഷണം. കൂട്ടിന് വാർഡ് കൗൺസിലർ രാധാകൃഷ്ണനുമുണ്ട്. പിന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പിന്തുണയും. ഇത് കണ്ട് പല ആളുകളും എന്നെ ഫോണിൽ വിളിച്ച് സന്തോഷം രേഖപ്പെടുത്തുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ചുവരെഴുതി. ഇനി മൂവാറ്റുപുഴയുടെ മനസ്സെഴുത്തെന്താണെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 18 കോതമംഗലം. ഇനി അടുത്തൊരു ചുമരെഴുത്തിലേക്ക്. മണലൂരിലെ ഇടത് സ്ഥാനാർത്ഥി മുരളി പെരുന്നെല്ലിയുടെ അല്ലെങ്കിൽ പെരുന്നെല്ലിക്കായി പ്രവർത്തകർ നടത്തിയ ചുവരെഴുത്തിൻ്റെ കൗതുകങ്ങൾ കാണാം. ഗുരുവായൂർ കണ്ടാണശ്ശേരിയിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വരച്ച് ട്രെയിനിന്റെ ഡിസൈനിൽ ചുവരെഴുതിയത്. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യത്തിലാണ് ചുവരെഴുത്ത്. മുഖ്യമന്ത്രിയെ കൂടാതെ ഓരോ ബോഗിയിലും മന്ത്രിമാരായ C. രവീന്ദ്രനാഥ്, KK ശൈലജ, ഡോക്ടർ TM തോമസ് ഐസക് എന്നിവരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മണലൂരിലെ സിറ്റിംഗ് MLA ആണ് മുരളി പെരുന്നെല്ലി. ഇത്തവണയും വിജയമുറപ്പെന്ന് പ്രവർത്തകർ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF ഗവൺമെൻറ്റിൻ്റെ വികസന മുന്നേറ്റങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ കണ്ടാശ്ശേരിയിലെ സഖാക്കൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടുള്ളത്.
അത് ഒരു 2-3 ദിവസത്തെ ഒരു വർക്കാണ് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. പിന്നെ മുരളിയേട്ടൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വളരെ ആവശ്യത്തോടെ കൂടിയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രചരണത്തിനായിട്ട് ഞങ്ങളെ കഴിയുന്ന രീതിയിലുള്ളൊരു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സഹാക്കളിൻ്റെ പിന്നിലുണ്ട്. മൂന്ന് ദിവസം രാവും പകലുമെടുത്താണ് ചുവരെഴുത്ത് പൂർത്തിയാക്കിയത്. നിരവധി പേരാണ് കേട്ടറിഞ്ഞ് ചുവരിലെ ട്രെയിൻ ചിത്രം കാണാൻ എത്തുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. 100 അടി നീളമുള്ള മതിലാണത്. അതിലാണ് ഈ കണ്ടില്ലേ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ. മാത്രമല്ല ആ മന്ത്രിമാരുടെ ചിത്രമൊക്കെ നോക്കൂ, എന്തൊരു പെർഫെക്റ്റ് ആണല്ലേ വരച്ചിട്ടുള്ളത്. അത് വേറൊരു കാര്യമുണ്ട്, 3 മന്ത്രിമാർ, തോമസ് ഐസക്, ശൈലജ ടീച്ചർ, മാഷ്, രവീന്ദ്ര മാഷ്, ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് കൃത്യമായിട്ട് പറയുന്നൊരു ചിത്രം കൂടിയാണ്. മതിലൊരു ഒത്തിരി മെനക്കെട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്, ചെയ്തൊരു സാധനമാണ്. ഏതായാലും പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ, പുതിയ പുതിയ കൗതുകങ്ങൾ വരട്ടെ. നമുക്ക് അതും കൂടി കാണാം ഇടവേളയ്ക്ക് ശേഷം. മാസ് സിനിമ ഡയലോഗുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷനുകളെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. എത്രയാ കുടിശ്ശിക? 18 മാസത്തെ കുടിശ്ശിക ഒന്നിച്ചു കൊടുത്തത് LDF സർക്കാർ. അതവിടെ നിന്നോ? അവിടെ നിന്ന് ഉയർന്നു. ഇപ്പോ 1600 രൂപ. ഇതിവിടെയും നിൽക്കില്ല, അതുക്കും മേലെ പോവുകയാണ്. സാധാരണ പിണറായി വിജയനെ പോലുള്ള ഒരാൾ സിനിമ ഡയലോഗുകളൊന്നും അങ്ങനെ പ്രതീക്ഷിക്കത്തില്ലല്ലോ ആളുകൾ. അതാണ് ഈ അതുക്കം മേലെ കേട്ടപ്പോഴുള്ള ഒരു കയ്യടി. ഈ കൊല്ലം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനാപുരം. സിറ്റിംഗ് MLA-യും LDF സ്ഥാനാർത്ഥിയുമായ KB ഗണേഷ് കുമാറും UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലാണ് പ്രധാന മത്സരം. പത്തനാപുരം ആരുടെയും കുത്തകയല്ലെന്ന് ജ്യോതികുമാർ പറയുമ്പോൾ ഇക്കുറിയും വിജയം ഉറപ്പെന്ന് ഗണേഷ് പറയുന്നു. പത്തനാപുരത്ത് 5ാമത്തെ മത്സരത്തിലാണ് ശ്രീ KB ഗണേഷ് കുമാർ. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലാണ്, അങ്ങ് ഓഫീസിൽ തുടരുകയാണ്. ആ കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം. കോവിഡ് വന്നതുകൊണ്ടാണ്. അപ്പോൾ റിവേഴ്സ് ക്വാറൻറ്റൈൻ 7 ദിവസമുണ്ട്. ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ക്വാറൻറ്റൈനൊപ്പം തന്നെ ഡോക്ടർമാരെ നിർദ്ദേശിച്ചിരിക്കുന്ന പരിപൂർണ്ണ വിശ്രമം. നിങ്ങൾ വന്നുകൊണ്ടാണ് നിങ്ങളെ കാണാൻ തയ്യാറാവാതിരിക്കുന്നത്, ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ വീട്ടിന് പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല. നോമിനേഷൻ കൊടുക്കാൻ പോയിരുന്നു, പിന്നെ കൺവെൻഷനിൽ നിന്ന് 2 മിനിറ്റ് പങ്കെടുത്തു. അടുത്ത വരും ദിവസങ്ങളിൽ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെടും. കാരണം ഞാൻ 20 വർഷമായിട്ട് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുപരിചിതനാണ്. എല്ലാ കുടുംബങ്ങളുമായും എല്ലാ വ്യക്തികളുമായും നല്ല ബന്ധം എനിക്കുണ്ട്. അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം അവർക്കറിയാം. എന്നെ സഹായിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രം ആണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു ഡോക്ടർ ഉപദേശപ്രകാരം ഉടൻ തന്നെ കഴിയുന്നത് പോലെ രംഗത്ത് വരും. പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കും. LDF-ലായാലും UDF-ലായാലും അങ്ങ് MLA ആവും. അത് ഈ കേരള കോൺഗ്രസ് B എന്ന പാർട്ടിയുടെ ഒരു ശക്തിയാണോ, പ്ലസ് അങ്ങയുടെ ഒരു വ്യക്തിപ്രഭാവം എന്താണ് അങ്ങ് അതിൽ കാണുന്നത്? പാർട്ടിയുടെ ശക്തിയുണ്ട്. LDF-ലായാലും UDF-ലായാലും LDF നിൽക്കുമ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ ആരെയും വെറുപ്പിക്കുന്നൊരു സ്വഭാവക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഇഷ്ടമാണ്. ചെറിയൊരു ഗണേഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് ചെറിയൊരു വാർത്ത വന്നാൽ അത് വലിയ വിവാദമാകുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതൊക്കെ യേശുവെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതൊന്നും പത്തനാപുരത്തെ ജനങ്ങൾക്ക്, ഈ പറയുന്ന ആളുകളെക്കുറിച്ചെല്ലാം പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളിനെക്കുറിച്ച് അയാൾ ആരാണെന്നും അയാൾ എങ്ങനെയുള്ള ആളാണെന്നും പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. ഒരു പക്ഷേ ഒരു TV വാർത്ത കാണുമ്പോൾ, ഒരു പത്രവാർത്ത കാണുമ്പോൾ എറണാകുളത്തോ കോഴിക്കോടോ ഉള്ള ഒരു വ്യക്തി തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഞാൻ ആരാണെന്നറിയാം. എന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അറിയാം. കഴിഞ്ഞ 5 വർഷത്തെ UDF-ൻ്റെ രാഷ്ട്രീയ പോരാട്ട രംഗത്ത് വലതുമുന്നണിയുടെ കുന്തമുനയായിരുന്ന ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹമാണ് പത്തനാപുരത്ത് ഇക്കുറി UDF-ൻ്റെ സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് പ്രചരണ രംഗത്ത്? പ്രചരണ രംഗത്ത് ഞങ്ങളെ സംബന്ധിച്ച്, UDF പ്രവർത്തകരെ സംബന്ധിച്ച് നല്ല ആവേശത്തിലാണ്. ഇവിടെ ഒരു സംശയവും വേണ്ട, ഇവിടെ UDF വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് 2016-ൽ ഈ സീറ്റ് നഷ്ടപ്പെട്ടതാണ്, UDF-ന് നഷ്ടപ്പെട്ടതാണ്. അത് ഞങ്ങൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും. ഇവിടെ 2001-ലും 2006-ലും 2011-ലും വിജയിച്ചത് UDF ആണെന്നേ. ഇവിടെ 2016-ൽ മാത്രമാണ് UDF-ന് ഈ മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുള്ളത്.
ഞങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. തീർച്ചയായും എതിരാളിയിലേക്ക് വന്നാൽ കെ.ബി. ഗണേഷ് കുമാറാണ് പ്രധാനപ്പെട്ട എതിരാളി. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി സ്വാധീനം തന്നെയാകുമല്ലോ LDFിലും UDFിലും ഉള്ളപ്പോഴും അദ്ദേഹത്തെ വിജയിപ്പിക്കുക. അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ളൊരു ഇടപെടൽ സാധ്യമാണ് എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് അങ്ങനെയൊന്നും വലിയ സ്വാധീനമൊന്നും അസംബ്ലി തെരഞ്ഞെടുപ്പിലൊന്നുമില്ല. ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഊതിപ്പെരുപ്പിച്ച ബലൂണുകളാണ്. UDFിൻ്റെ ഒരു കോട്ടയായ ഈ നിയോജക മണ്ഡലത്തിൽ 2016 ഞങ്ങൾക്ക് അടിതെറ്റി എന്നുള്ളത് വസ്തുതയാണ്. ആ അടിതെറ്റി എന്ന വസ്തുത ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ മുൻകാലത്തേക്കാൾ വാശിയിൽ നമ്മുടെ സഹപ്രവർത്തകർ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com